ഇന്ന് ശിവരാത്രിയായിട്ട് ഞാൻ ശിവാലയ ഓട്ടത്തിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കുറച്ച് പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ പോയ കാര്യം. അപ്പോൾ 12 ശിവക്ഷേത്ര ദർശനം നടത്തി കേട്ടോ. തിരുമലൈ, തൃക്കുരശ്ശി, തൃപ്പരപ്പ്, തിരുവന്തിക്കരൈ, പൊന്മനൈ, പന്നിപ്പാക്കം, കൽക്കുളം, മേലങ്കോട്, തിരുവിടൈക്കോട്, തിരുവിതാംകോട്, തൃപ്പന്തിക്കോട്, തിരുനട്ടല, അങ്ങനെ 12 ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി. എന്നും ഓർമ്മിക്കാൻ പറ്റിയ ഒരു നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ ആ ദർശനത്തിൽ നിന്ന് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഈ ശിവരാത്രിയെക്കുറിച്ച് എനിക്ക് അറിയാമെങ്കിലും ഈ 12 ശിവൻ്റെ അമ്പലത്തിൽ ദർശനമുള്ള കാര്യം, അങ്ങനെയാണ് ശിവരാത്രി ശിവാലയ ഓട്ടം എന്നെനിക്കറിയാൻ വയ്യായിരുന്നു. അപ്പം ഞാൻ പോയപ്പോൾ ഞാൻ എന്തോ ചെയ്തെന്ന് വെച്ചാൽ ചെറിയ കുഞ്ഞ് എല്ലാ അമ്പലത്തിലും 1-2 അമ്പലം എനിക്ക് പറ്റില്ല, കാരണം എനിക്ക് വീഡിയോ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ 2-3 മിസ്സായി. എങ്കിലും മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു കാണുമ്പോൾ നിങ്ങൾക്കും അത് എന്തെങ്കിലും ഒരു അനുഭവം കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ 3 ദിവസത്തെ വ്രതം എടുത്ത് ഇന്ന് രാത്രി നമ്മൾ ശിവരാത്രിയായിട്ട് ഉറങ്ങത്തില്ല കേട്ടോ. നാളെ രാത്രി പൂർണ്ണമാവത്തുള്ളൂ, അന്നേരം നമുക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനും അത് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ എന്തായാലും ഒരുപാട് ക്ഷീണം വരത്തില്ലേ. പക്ഷേ എനിക്ക് ഇന്ന് അനുഭവപ്പെട്ട ഒരു ഫീൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു. നടക്കാൻ കൂടെ വയ്യാത്ത ഒരു ഫീലാവും. പക്ഷേ ആ ക്ഷേത്രത്തിനകത്ത് കാലൊന്ന് വയ്ക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു അനുഭവം ഉണ്ടല്ലോ, ക്ഷീണമെല്ലാം പെട്ടെന്ന് അങ്ങ് പോകുന്ന കണക്ക്. എനിക്ക് അതേക്കൂട്ട് ഫീൽ ചെയ്തു. ചിലപ്പോൾ അതെൻ്റെ വിശ്വാസമായിരിക്കാം, എന്തോ എനിക്കറിയില്ല. അത് നിങ്ങൾക്കത് എത്ര മനസ്സിലാക്കാൻ പറ്റുമെന്നും എനിക്കറിയില്ല. പക്ഷേ ഇന്നത്തെ ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു. എനിക്ക് ഒരിക്കലും ഇങ്ങനെ സാധിക്കുമെന്ന് പോലും കരുതില്ല. പക്ഷേ ഇന്ന് ഞാൻ ശിവരാത്രിയായിട്ട് ഉറങ്ങാണ്ടിരിക്കാൻ മാക്സിമം നോക്കുന്നുണ്ട്. എത്രത്തോളം കഴിയുമെന്ന്